നമസ്കാരം, ബിന്ദു വിനയനാണ്. ഇന്ന് ക്രിസ്റ്റാലിനം ഡാർക്ക് ഫോമാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. സിൽവർ കൂടുതലാണ് ലൈൻസിന്, കുറച്ച് വിലയും കൂടുതലാണ് ഈ ചെടിക്ക്. നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങാണ് പറയുന്നത്. നോക്കാം നമുക്ക്. കണ്ടോ, ഇതിൻ്റെ തൈകൾ നിറയെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ച് പതുക്കെ അടർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ വേരുണ്ടായിരിക്കണം. വേഗം തന്നെ പൊട്ടിപ്പോരും കേട്ടോ. കണ്ടോ, വേരോടുകൂടി എടുക്കണം. ചെടി നടാനാവശ്യമായ മിശ്രിതമാണിത്. ആറ്റുമണലെടുത്തിട്ടുണ്ട്, പകുതി കരിച്ച ഉമ്മി, കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാഫ് ചേർക്കാം. ഇതാണ് അതിൻ്റെ പോട്ടി മിക്സ്. ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചകിരി നാര് വെച്ചു. നമ്മുടെ മിശ്രിതം, പോട്ടി മിശ്രിതം ഇട്ടതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ചെടി ഇറക്കി വയ്ക്കാം. ഈ ഭാഗം ഉണ്ടല്ലോ, മോൾ ഭാഗം, അത് മണ്ണിന് മുകളിൽ നിൽക്കണം കേട്ടോ. അങ്ങനെ പതുക്കെ വെച്ചു കൊടുക്കാം. ചെടി നട്ട് കഴിഞ്ഞു കേട്ടാ. ഉണ്ടോ, കുറച്ച് വെള്ളം കൊടുക്കാം. ചെടി നട്ടതിന് ശേഷം തണലിൽ തന്നെ വെക്കണം. ഈ ചെടിക്ക് വെയിൽ പറ്റില്ല. അപ്പം നമ്മ കുറച്ച് തണലുള്ള ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം. പിന്നെ വളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാണക സ്ലറി കൊടുക്കാം, കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ രാസവളങ്ങളാണെങ്കിൽ NPK കൊടുക്കാം. അങ്ങനെ നല്ല പച്ചപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എപ്സം സാൾട്ടും ഇടയ്ക്ക് കൊടുക്കാം. അപ്പം അതിൻ്റെ അളവുകൾ പറയുകയാണെങ്കിൽ 1 ലിറ്ററിൽ 2 ഗ്രാം NPK 19 അതിൽ 1-2 നുള്ള് എപ്സം സാൾട്ട് മതി. അങ്ങനെ ഇടയ്ക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കളറ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. ചെയ്ത് നോക്കുക. താങ്ക് യു.